ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. രക്ഷിതാക്കളും അധ്യാപകരും അറിയാതെ കുട്ടികളുടെ ആഘോഷ പാർട്ടി. പോലീസ് ഇടപെട്ട് പാർട്ടി നിർത്തിവെപ്പിച്ചു. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ആഘോഷ പാർട്ടി നടത്തിയാൽ നടപടിയെടുക്കും. ആഘോഷവേളയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതായും കോട്ടക്കൽ CI വ്യക്തമാക്കി. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വിപുലമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷിതാക്കളോ അധ്യാപകരോ അറിയാതെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സ്കൂളുകളിലും മറ്റും പാർട്ടി നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. അത്തരം പാർട്ടികൾ നിരോധിക്കുകയും വിവരം ലഭിച്ചാൽ അറിയിക്കാൻ ഹോട്ടൽ ഉടമകൾക്കും ഓഡിറ്റോറിയം ഉടമകൾക്കും നിർദ്ദേശം നൽകിയതായും കോട്ടക്കൽ CI MK ഷാജി പറഞ്ഞു. ന്യൂ ഇയറും ക്രിസ്മസിനോടനുബന്ധിച്ച് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസൻറ്റ് സിനാരിയോയിൽ സംസ്ഥാനത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ ബേസിൽ ആഘോഷങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് കുട്ടികൾ സ്കൂളിൽ നിന്നും കോളേജിലും കുട്ടികൾ വീട്ടിൽ പറയാതെ അധ്യാപകരാണ് പറഞ്ഞു എന്ന് പറഞ്ഞായിട്ടും ചില ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പാർട്ടികൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം പാർട്ടികൾക്ക് കർശന നിർദ്ദേശം ഹോട്ടൽ ഉടമകൾക്കും ഓഡിറ്റോറിയത്തിൻ്റെ ആളുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം പാർട്ടികൾ നിരോധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികളോ കൂട്ടമായോ അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്കോ വന്നിട്ട് പിന്നീട് കൂട്ടമായി എത്തിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികളോ മറ്റോ നടത്തുകയാണെങ്കിൽ അതിന് പോലീസ് അനുമതി ഇല്ല. അതുകൊണ്ട് അതിന് അനുമതി കൊടുക്കരുത് എന്ന് ഹോട്ടലുകൾക്കും ഓഡിറ്റോറിയം ചെറിയ ഓഡിറ്റോറിയത്തിനുള്ള ആളുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് പ്രിൻസിപ്പാൾമാരെയും അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരെയും ഒക്കെ തന്നെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഒരു കാരണവശാലും ഇത്തരം ഗ്രൂപ്പുകളിൽപ്പെട്ട് ഏതെങ്കിലും പാർട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കുട്ടികൾ പോകരുത് എന്ന് ഞങ്ങൾ രക്ഷിതാക്കളോടും അതുപോലെ തന്നെ അധ്യാപകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും അധ്യാപകർക്കും ഇത് സംബന്ധിച്ച് വിവരം നൽകിയിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റികളുടെ വലയത്തിൽപ്പെട്ട് ഇത്തരം പാർട്ടി നടത്തുന്ന സംവിധാനത്തിലേക്ക് കുട്ടികൾ പോകാതെ നോക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നിർദ്ദേശം നൽകി. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 സ്കൂളുകളിലെ കുട്ടികൾ ഒരു സ്ഥലത്ത് തമ്പടിച്ച് ആഘോഷം നടത്താനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിലേക്ക് ആളുകളെ എത്തിച്ചാണ് പാർട്ടി ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ആ സാധ്യത തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അത് അത്തരം സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നത് തടയുക. ഇപ്പോൾ നീങ്ങുന്നില്ല, പക്ഷേ നീങ്ങിയേക്കാം. അത് തടയേണ്ടത് ആവശ്യമാണ്. ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവം, ഇപ്പോൾ ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികൾ ഒരു സ്ഥലത്ത് സംഘടിച്ച് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് ആ സ്കൂളിലെ കുട്ടികൾ ഇതല്ല പല സ്കൂളിലെ കുട്ടികളും ഒരേ സ്ഥലത്ത് സംഘടിക്കുമ്പോൾ അതിൽ ചില ദുരൂഹതകൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പരിപാടികളിൽ നമ്മൾ നിരോധനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അറിയാതെ ഇത്തരം പാർട്ടികൾ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നുണ്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് രക്ഷിതാക്കൾ ജാഗരൂകരാകിയിരിക്കണം. അധ്യാപകർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ പോലീസിനെ അറിയിക്കണം. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികൾ അതുപോലെ തന്നെ ഹോട്ടൽ ഉടമകളൊക്കെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ തരണം. പൊതുജനങ്ങളും പോലീസിനെ അറിയിക്കണം. ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഈ പറഞ്ഞ 31 ദിവസങ്ങളിൽ 10 മണിക്ക് ശേഷം യാതൊരു കടകളും അനുവദിക്കുന്നതല്ല. ആളുകൾ സംഘം ചേരുന്നതും കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ സംഘടിച്ച് നിൽക്കുന്നതും ഒക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള പാർട്ടികളും രാത്രി 10 മണിക്ക് ശേഷം അനുവദിക്കുന്നതല്ല. ഇത്തരം കാര്യങ്ങൾ പോലീസിനെ വിവരം അറിയിക്കാൻ അധ്യാപകർ, രക്ഷിതാക്കൾ, വ്യാപാരി വ്യവസായികൾ എന്നിവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതുവർഷത്തലേന്നും പുതുവത്സര ദിനത്തിലും രാത്രി 10 മണിക്ക് ശേഷം ഒരു പ്രവർത്തനങ്ങൾക്കും അനുവാദമില്ല. യാതൊരു തരം പാർട്ടികളും 10 മണിക്ക് ശേഷം അനുവദനീയമല്ലെന്നും കടകളെല്ലാം 10 മണിക്ക് മുൻപേ അടക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. കുട്ടികളുടെ ബൈക്ക് റേസിംഗിനെതിരെയും നടപടിയുണ്ടാകും. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്നും CI MK ഷാജി പറഞ്ഞു.